ാണ് വലിയ ദിവാൻജിയുടെ പേരിൽ ഇവിടെ ഒരു വള്ളം പോലുമുണ്ട്. ആലപ്പുഴയാക്കിയ രാജാ കേശവദാസന്റെ സ്വപ്നങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണ്. തൃശ്ശൂരിനെ തൃശ്ശൂരാക്കിയ ശക്തൻ തമ്പുരാൻ പോലെ ഓരോ കുട്ടനാട്ടുകാരനും ഓരോ ആലപ്പുഴക്കാരനും പറയുവാൻ ഞങ്ങൾക്ക് ഒരു വലിയ ദിവാൻജിയുണ്ട്. ആ ദിവാൻജിയുടെ പേരിൽ ഞങ്ങൾക്കൊരു വള്ളമുണ്ട്. ആ വള്ളമാണ് വലിയ ദിവാൻജി. അങ്ങനെ അനവധിയായ രാജപ്രൗഢികളുടെ കഥകൾ പറഞ്ഞതും പറയാത്തതും ഉറങ്ങിക്കിടക്കുന്ന ഈ ജലരേഖകൾ ദാ നോക്കുക. മനോഹരമായി ഫൈനലിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന 3 സുന്ദരന്മാരെ ലൂസേഴ്സിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന ലൂസേഴ്സ് ഫൈനലിലേക്ക് കുതിക്കുവാനായി നിൽക്കുന്ന 3 സുന്ദരന്മാരെയാണ് നാം ഇവിടെ കാണുന്ന. 4 പേരുണ്ടല്ലേ. പായിപ്പാടനുണ്ട്, കാരിച്ചാലുണ്ട്, തലവടിയുണ്ട്, നടുവിലെ പറമ്പനുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഭയങ്കര രസകരമായിട്ടൊരു മത്സരത്തിലേക്കാണ് കിടക്കുന്നത്. ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം പരിസമാപ്തി കുറിക്കുമ്പോൾ ആരായിരിക്കും ആ വെള്ളി ട്രോഫി സ്വന്തമാക്കുക? ലോകം മുഴുവൻ പരിചിതമായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ മനോഹരമായ ട്രോഫി ആർക്കായിരിക്കും? ഇതാ കടന്നു വരികയാണ്. ലൂസേഴ്സ് ഫൈനലിലൂടെ 3 പേർ കടന്നു വരികയാണ്. ആരായിരിക്കും നേടുക എന്ന സ്വപ്നം ബാക്കി വെച്ചുകൊണ്ട് കഥയും കാമനകളും കുട്ടനാടിന്റെയും ആലപ്പുഴയുടെയും അപ്പർ കുട്ടനാടിന്റെയും സ്വപ്നങ്ങളും പറയാൻ ബാക്കി വെച്ച കഥകളും പറയുവാനായി പ്രിയപ്പെട്ട സഹോദരൻ ഹരികുമാർ വാരത്തിന് മൈക്ക് കൈമാറുന്നു. താങ്ക് യു സോ മച്ച്. 71ാമത് നെഹ്റു ട്രോഫി ജലമേള 2025 സമാപിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ലൂസേഴ്സ് ഫൈനൽ ഹീറ്റ്സുകളിൽ 6ാം സ്ഥാനത്തെത്തിയ പായിപ്പാടൻ വള്ളം, ഹീറ്റ്സുകളിൽ 7ാം സ്ഥാനത്തെത്തിയ കാരിച്ചാൽ, ഹീറ്റ്സുകളിൽ 8ാം സ്ഥാനത്തെത്തിയ നടുവിലെ പറമ്പൻ. ഇവിടെ ഏറെ പേരുകളുള്ള വള്ളമാണ് കാരിച്ചാലും നടുവിലെ പറമ്പനും പായിപ്പാടനുമൊക്കെ. 1ാമത്തെ ട്രാക്കിലൂടെ വരുന്ന പായിപ്പാടനെ പറ്റി പറയുമ്പോൾ ടൗൺ ബോട്ട് ക്ലബ്ബ് KTBC കുമരകമാണ് ഇത്തവണ ഈ വള്ളത്തെ എത്തിച്ചിരിക്കുന്നത്. കാരിച്ചാലിന്റെ കഥ പറയാനാണെങ്കിൽ ജലചക്രവർത്തിയാണ് കാരിച്ചാൽ. ഹാട്രിക്കുകളുടെ തമ്പുരാനാണ്. 1974, 75, 76, 82, 83, 84 വർഷങ്ങളിൽ ഹാട്രിക്കുകളിലൂടെ ജലകായിക പ്രേമികളെ രോമാഞ്ചം കൊള്ളിച്ച വള്ളം. 80, 86, 87, 2000, 2001, 2003, 2008, 2011, 2016, 2024 നിലവിലെ ചാമ്പ്യന്മാർ. അങ്ങനെ 16 തവണ കിരീടമണിഞ്ഞ മറ്റൊരു ജലരാജൻ ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അങ്ങനെയുള്ള വള്ളം 1970 സെപ്റ്റംബർ 8 നീരണിഞ്ഞ നാൾ മുതൽ ഓളപ്പരപ്പിലെ ശ്രദ്ധാകേന്ദ്രമായ വള്ളം. നാടിന് കീർത്തി പകർന്ന കളിവഞ്ചി. 50 വർഷക്കാല മത്സരത്തിനിടയിൽ നെഹ്റു ട്രോഫിയിൽ മാത്രം 16 വിജയങ്ങൾ, 32 തവണ ഫൈനലിൽ പങ്കാളിത്തമുള്ള വള്ളം. അങ്ങനെ പേരുള്ള വള്ളം. തലവടിയാണെങ്കിലോ ഹാട്രിക്കുകൾ അനവധി മുത്തമിട്ട യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ് തലവടിയെ ഇത്തവണ പായിക്കുന്നത്. 2023 ജനുവരി 1 നീറ്റിലിറക്കിയ വള്ളം തലവടി ചുണ്ടനാണ്. UBCയുടെ കരുത്തന്മാർ ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. അങ്ങനെ 3 വള്ളങ്ങൾ മാത്രം ഈ വളരെ വാശിയേറിയ ഈ മത്സരത്തിൽ കാരിച്ചാൽ, പായിപ്പാടൻ, നടുവിലെ പറമ്പൻ, ഇങ്ങനെ 3 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. തലവടി വള്ളം ഇത്തവണ പിന്മാറിയ രീതിയാണ് കാണുന്നത്. 4ാമത്തെ ട്രാക്കിലൂടെ നടുവിലെ പറമ്പനാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചടുലമായ തുഴച്ചിൽ പരമ്പരകൾ കണ്ട ജലപഥത്തിൽ മുത്തേരിമടയിൽ നിന്ന് അരയും തലയും മുറുക്കി വന്ന ചുണ്ടനാണ് നടുവിലെ പറമ്പൻ. ഉമാമഹേശ്വരൻ ആശാരിയാണ് ഈ ഇല്ലിക്കളം ചുണ്ടൻ വ്യക്തിഗത ഉടമസ്ഥതയിലുള്ളത് മാറ്റി ഈ കുമരകം സ്വദേശി വാങ്ങിയപ്പോൾ ഇപ്പോൾ നടുവിലെ പറമ്പനായി അത് മാറിയിരിക്കുന്നത്. പായിപ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. പായിപ്പാടൻ നമ്പർ വള്ളമാണ് വ്യക്തമായ ഒരു മുന്നേറ്റം കാണിക്കുന്നത്. കാരിച്ചാലിന് എന്തു പറ്റി എന്ന് കരയിൽ നിൽക്കുന്നവർ പ്രിയപ്പെട്ട കാരു നീ എന്തുകൊണ്ട് പിന്നോട്ട് മാറുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ പായിപ്പാടൻ നമ്പർ വള്ളം ഒട്ടുപിടിക്കുവാൻ തരുന്ന ആ കാരിച്ചാലിന്റെ ഒരു മുന്നേറ്റം ആകാശ ദൃശ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശക്തമായ ഒരു മുന്നേറ്റം. ഇവിടെ ഇഞ്ചോടിഞ്ച്, അവിടെ ഒപ്പത്തിനൊപ്പം തോളോട് തോള് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ഇതാണ് മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പായിപ്പാടൻ നമ്പർ 1 ഹീറ്റ്സുകളിൽ 6ാം സ്ഥാനത്തെത്തിയ വള്ളം 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് കാരിച്ചാലാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ സ്വന്തം കരക്കാർ തുഴയുന്ന വള്ളമാണ്. വളരെ വാശിയേറിയ മത്സരം. നടുവിലെ പറമ്പനും ഒട്ടുമിട്ട് കൊടുക്കുന്നില്ല. പായിപ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും ഒരു ചരട് കെട്ടിയതുപോലെ ഒന്നിച്ചൊന്നായി വന്നത്. അല്പം പിന്നിൽ കാരിച്ചാലാണോ എന്ന് തോന്നുമ്പോൾ വിട്ടുകൊടുക്കാതെ അവരും തുഴഞ്ഞു കയറുകയാണ്. പായിപ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പനും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം. ഇഞ്ചോടിഞ്ച്. അങ്ങനെ നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ
അതുപോലെ തന്നെ കാരിച്ചാൽ, തലവടിച്ചുണ്ട്, നടുവിലെ പറമ്പൻ. ഈ 3 വള്ളങ്ങളിൽ നടുവിലെ പറമ്പനാണോ കാരിച്ചാലാണോ പായിപ്പാടനാണോ വ്യക്തമായ മുന്നേറ്റം കിട്ടിയതെന്ന് ഒരു സ്ലോ മോഷനിലൂടെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അത്ര വാശിയേറിയ ഒരു മത്സരമാണ്. പായിപ്പാടൻ, കാരിച്ചാൽ, പായിപ്പാടനാണോ നടുവിലെ പറമ്പനാണോ എന്നറിയാമല്ല. പായിപ്പാടൻ വള്ളം രണ്ടും ഒപ്പത്തിനൊപ്പം മൈക്രോ സെക്കൻഡുകളിൽ. ഇത് ജഡ്ജസിന്റെ തീരുമാനത്തിന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ കുറി മത്സരങ്ങൾ നടന്നതെല്ലാം മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ കുറി നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പായിപ്പാടൻ